കണ്ണൂർ ചെറുപുഴയിൽ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രക്ഷാപ്രവർത്തകൻ തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന് കേരളം വിട നൽകി. ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. കുറച്ചു ദിവസം മുൻപ് ഒരു നാടിനെ ദുരിതക്കയത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് രാജേഷ് കണ്ണൂരിലേക്ക് പോകുന്നത്. പെട്ടെന്ന് തന്നെ മടങ്ങിവരുമെന്ന ഉറപ്പിന്മേൽ പോയവൻ ജീവനറ്റ് വന്നതിന്റെ ഞെട്ടലിലാണ് വീട്ടുകാരും നാടും 2 കുഞ്ഞുമക്കളും. തിരുവനന്തപുരം കല്ലിയൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാജേഷിന്റെ മൃതദേഹം പൊതുദർശനത്തിനെത്തിക്കുമ്പോൾ നാടൊന്നാകെ വിതുമ്പി. കണ്ണൂർ ചെറുപുഴയിലെ ശക്തമായ ഒഴുക്കിനോട് മത്സരിച്ചാണ് രാജേഷ് ബെന്നിയെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചത്. രക്ഷയ്ക്കിട്ടുകൊടുത്ത കയർ മരത്തിൽ കെട്ടുന്നതിനിടെ ബെന്നിയുടെ കൈ ചതഞ്ഞു പോയിരുന്നു. തുടർന്നാണ് രാജേഷ് സ്വയം പുഴ നീന്തിക്കടന്ന് ബെന്നിയുടെ അടുത്തെത്തുന്നത്. അടിയൊഴുക്കിൽപ്പെട്ട് ബെന്നി വീണു പോകാതിരിക്കാൻ സ്വന്തം ലൈഫ് ജാക്കറ്റും രാജേഷ് ഊരി നൽകി. ഇവരൊക്കെ നാട്ടുകാർ മൊത്തം പറഞ്ഞു നീ കയറി വാ മതിയെന്ന്. എന്നിട്ട് വീണ്ടും ഒരാൾ കൂടെ അക്കരെ ഒന്ന് വിളിക്കണം കണ്ടുകൊണ്ടാണ് വീണ്ടും അയാളെ പോയി ഇവൻ്റെ കൂടെ ഊരി കൊടുത്ത് അയാൾക്ക് ഇട്ടുകൊടുത്ത് അതിനെ പിടിച്ച് ഇക്കരൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് അവിടെ വന്നിട്ട് പൊട്ടേ മുങ്ങേന്ദ്ര ഇത് കൈവിട്ട് പോയി എന്നുള്ളത്. ഇന്നലെ ഇതുവരെയും എവിടെയെങ്കിലും ഉണ്ട് ജീവനോടെ വരും കിട്ടുമെന്ന് വെച്ചാണ് ഞങ്ങളൊക്കെ അവിടെ കാത്തിരുന്നത്. പക്ഷേ അയാൾ കിട്ടിയത് ചൂരൽമല, പെട്ടുമുടിയെന്ന് തുടങ്ങി കേരളം അതിജീവിച്ച എല്ലാ ദുരിതങ്ങളിലും രക്ഷകനായി രാജേഷും ഉണ്ടായിരുന്നു. സ്ഥിരം പോകുന്നതാണ്. സ്ഥിരം എവിടെ എന്ത് അപകടം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഉടനെ ഓടിയെത്തുന്നതാണ്. പ്രളയ സമയത്തും വയനാട് ദുരന്തത്തിനും എല്ലാം പോകും. കല്ലിയൂർ പെരിങ്ങമലയിലെ രാജേഷിന്റെ പണിതീരാത്ത വീട് ഇനി സർക്കാർ പൂർത്തിയാക്കി നൽകും. രാജേഷിന്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു നാടിന്റെ രക്ഷകനായ രാജേഷിനെ പെരിങ്ങമലയും ഈ ചെറിയ കേരളവും എന്നും ഓർക്കുമെന്ന ഉറപ്പ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.